എങ്ങനെയാണ് ലോക സമ്പദ് വ്യവസ്ഥയെ ക്രൂഡ് ഓയിൽ നിയന്ത്രിക്കുന്നത്? എണ്ണ വിപണി എങ്ങനെയാണ് വന്നത്? പെട്രോ കെമിക്കൽ വ്യവസായ മേഖലയുടെ പിതാവ് ആരാണ്? ഒപെക് എന്നാൽ എന്താണ്? ഓയിൽ ഷോക്ക് എന്ന സംഭവം എന്താണ്? എന്താണ് ഒക്ടോബർ യുദ്ധം? ക്രൂഡ് ഓയിലിന് ലോകം ചാർത്തിക്കൊടുത്ത ഒരു പേരാണ് കറുത്ത പൊന്ന്. ഒരു നൂറ്റാണ്ടിലേറെയായി നമ്മുടെ ഈ ലോകം ഭരിക്കുന്നത് ഈ കറുത്ത പൊന്നാണ്. നമ്മൾ ഇന്നു കാണുന്ന ഈ ലോകത്തെ രൂപപ്പെടുത്തിയതും മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തിയതിലും മരുഭൂമിയിലടക്കം അമ്പരചുംബികളായ കെട്ടിടങ്ങൾ രൂപപ്പെടുത്തിയതുമെല്ലാം ഈ ഒരു കറുത്ത പൊന്നിലൂടെയാണ്. ക്രൂഡ് ഓയിലിന്റെ ഉൽപാദനത്തിനും വിതരണത്തിനും നിയന്ത്രണത്തിനുമായി ലോകമെമ്പാടും അരങ്ങേറിയ യുദ്ധങ്ങളിലും അട്ടിമറികളും രാഷ്ട്രീയ സംഘർഷങ്ങളും അങ്ങനെ ഒട്ടേറെ സംഭവ വികാസങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ ശാക്തിക ചേരികളെയും സമ്പദ് വ്യവസ്ഥയെയും നിയന്ത്രിക്കുന്നത് ഈ കറുത്ത പൊന്നാണ്. പക്ഷേ നമ്മുടെ ഈ പുതിയ നൂറ്റാണ്ടിൽ ആഗോള താപവൽക്കരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നു തുടങ്ങിയപ്പോൾ ഇതിന് ബദലായിട്ടുള്ള ഒരു ഊർജ്ജ സ്രോതസ്സിനെ നമ്മൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് കാറുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ വന്നതോടുകൂടി ക്രൂഡ് ഓയിലിന്റെ വില കൂപ്പുകുത്തുമെന്ന് കരുതുന്നവരും ഒട്ടേറെയാണ്. കോവിഡ് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ലോക്ക്ഡൌണും എണ്ണ ഉൽപാദന മേഖലയിൽ ഉണ്ടായ സൗദി റഷ്യൻ ലോക ചരിത്രത്തിൽ ആദ്യമായി ക്രൂഡ് ഓയിലിന് ഒരു നെഗറ്റീവ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപാദകരായ സൗദി രാജ്യങ്ങൾ തങ്ങളുടെ ഈ ഒരു സമ്പദ് വ്യവസ്ഥയെ പെട്രോ ഡോളറിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള പദ്ധതികളുമായിട്ട് അതിവേഗം മുൻപോട്ട് പോകുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയും ആസ്തിയുമുള്ള ആരാംകോയുടെ ഓഹരികൾ സൗദി വിറ്റഴിക്കുന്നതും ചില ഊഹാപോഹങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ എണ്ണ ഉൽപാദന സംസ്കരണ രംഗത്തെ ഭീമനായിട്ടുള്ള അംബാനി അടുത്ത 3 വർഷത്തിനുള്ളിൽ 75,000 രൂപ മുടക്കി 100 ജിഗാവാട്ട്സ് ഹരിതോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതും അമേരിക്കയും ചൈനയും തങ്ങളുടെ കരുതൽ ശേഖരത്തിലുള്ള രാജ്യാന്തര വിപണിയിൽ വിറ്റഴിക്കുമെന്ന് പരസ്യമായി പറഞ്ഞതും ക്രൂഡ് ഓയിലിന്റെ ഭാവിയെ ഒരു തുലാസിലാക്കുകയാണ്. പുരാതന കാലം മുതൽക്ക് തന്നെ ക്രൂഡ് ഓയിൽ മനുഷ്യർ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ഭൂമിയുടെ പുറം പാളികളിലൂടെയും അതുപോലെ തന്നെ പാറകളിലെ വിള്ളലുകളിലൂടെയും ഇവ ഭൂമിക്ക് മുകളിലേക്ക് വന്നിരുന്നു. ഈ കറുത്ത കൊഴുത്ത ദ്രാവകത്തെ BC 3100 മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ ജനങ്ങൾ മുറിവുണക്കാൻ ഉപയോഗിച്ചിരുന്നതായി രേഖകളുണ്ട്. ബാബിലോണിയൻ കാലഘട്ടത്തിലെ വഞ്ചികളുടെ ചോർച്ച തടയുവാനുള്ള കീൽ ആയും ഈജിപ്തിൽ മമ്മികളെ എംബാം ചെയ്ത് സൂക്ഷിക്കുന്നതിനായും ഗ്രീക്ക് കാലഘട്ടത്തിൽ വിളക്കുകൾ തെളിയിക്കാനുമെല്ലാം ഈ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ചിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നെങ്കിലും 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ സ്കോട്ടിഷുകാരനായ ജെയിംസ് യങ് ക്രൂഡ് ഓയിൽ സംസ്കരിക്കുവാനുള്ള വഴികൾ കണ്ടെത്തിയതോടെയാണ് എണ്ണയുടെ ആധുനിക ചരിത്രത്തിന് തുടക്കമായത്. ജെയിംസ് യങ്ങിനെയാണ് പെട്രോ കെമിക്കൽ മേഖലയുടെ പിതാവായി ഇന്നും കണക്കാക്കുന്നത്. 1848 കൽക്കരി ഖനിയുടെ ഉപരിതലത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള നേർത്ത ക്രൂഡ് ഓയിലിൽ നിന്നും വിളക്കുകൾ കത്തിക്കുവാനുള്ള എണ്ണകൾ ഉണ്ടാക്കി. അതിൽ നിന്നും യന്ത്രഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ വർക്ക് ചെയ്യിക്കുവാനുള്ള ലൂബ്രിക്കന്റും അദ്ദേഹം കണ്ടെത്തി. പിന്നീട് അദ്ദേഹം അവയ്ക്ക് പേറ്റന്റ് എടുക്കുകയും ചെയ്തു. 1851 അദ്ദേഹം ജിയോളജിസ്റ്റായ എഡ്വേർഡ് വില്യം ബിന്നിയുമായി ചേർന്ന് ലോകത്തിലെ ആദ്യത്തെ ഓയിൽ റിഫൈനറി സ്ഥാപിച്ചു. ഇതിനു പിന്നാലെ ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിനും ശുദ്ധീകരണത്തിനുമായി കൂടുതൽ സംവിധാനങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും റഷ്യയിലും ഉയർന്നു വന്നു. അതോടെയാണ് ബ്ലാക്ക് ഗോൾഡ് റഷ് അമേരിക്കയിൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തുടക്കം കുറിച്ചത്. പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തുന്നതിനും റിഫൈനറികൾ സ്ഥാപിക്കുന്നതിനുമെല്ലാം ഒരു വമ്പൻ കിട മത്സരങ്ങൾ തന്നെ നടന്നുകൊണ്ടിരുന്നു. ഇതേ തുടർന്ന് അനേകായിരം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ക്രൂഡ് ഓയിൽ ഉൽപാദന സംസ്കരണ രംഗത്ത് അമേരിക്ക ഒരു വൻ ശക്തിയായി രൂപം പ്രാപിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്ന പദവി അമേരിക്ക സ്വന്തമാക്കി. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ഫോസിൽ ഇന്ധനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വാഹന ഗതാഗതത്തിനും കപ്പൽ ഗതാഗതത്തിനും വിമാനയാത്രയ്ക്കും തുടക്കമായതോടുകൂടി എണ്ണയ്ക്കു വേണ്ടിയുള്ള അന്വേഷണം കൂടുതൽ ശക്തമായി. 1908 ഒരു ബ്രിട്ടീഷ് കമ്പനി പേർഷ്യയിൽ എണ്ണ കണ്ടെത്തിയതോടെ ആധുനിക ലോകത്തിന്റെ ചരിത്രം മാറിത്തുടങ്ങുകയായിരുന്നു. പടിഞ്ഞാറൻ ഏഷ്യയിൽ വൻ വികസനത്തിനും ലോകത്തെമ്പാടുമായ വ്യാവസായിക വളർച്ചയ്ക്കും മരുന്നിട്ട സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു ഇത്. 1927 ഇറാഖിലും 1932 ബഹ്റിനിലും
1935 ഖത്തറിലും 1938 കുവൈത്ത്, സൗദി അറേബ്യ, 1958 UAE എന്നിവിടങ്ങളിൽ എണ്ണ കണ്ടെത്തുകയും അവ വാണിജ്യ അടിസ്ഥാനത്തിൽ ഖനനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിലാണ് എണ്ണ കണ്ടെത്തിയതെങ്കിലും അവയുടെ ഉൽപാദനവും നിയന്ത്രണവും അതിന്റെ വിപണനവും മൊത്തം യൂറോപ്യൻ അമേരിക്കൻ കമ്പനികളുടെ പക്കലായിരുന്നു. അക്കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന അറബ് രാജ്യങ്ങളെ ഈ കമ്പനികൾ ചൂഷണം ചെയ്തു. 1960 ഇറാഖിലെ ബാഗ്ദാദിൽ ചേർന്ന ഒരു യോഗം ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, വെനിസ്വല തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഇതിൽ പങ്കെടുത്തു. ഇവരുടെ നേതൃത്വത്തിൽ എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കി. അതിന്റെ പേരാണ് ഒപെക്. പിന്നീട് വിവിധ കാലങ്ങളായി ഖത്തർ, ഇന്തോനേഷ്യ, ലിബിയ, UAE, അൾജീരിയ, നൈജീരിയ, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളായി. ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ള ക്രൂഡ് ഓയിൽ നിക്ഷേപത്തിന്റെ 80% ഉൽപാദനത്തിന്റെ 44% കയ്യിൽ വെച്ചിരിക്കുന്നത് ഒപെക് ആണ്. ക്രൂഡ് ഓയിലിന്റെ വില നിശ്ചയിക്കുന്നതിനും അതുപോലെ തന്നെ അതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഒപെക്കിനുള്ള സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രൂഡ് ഓയിലിന്റെ വിൽപ്പനയും വിലയും നിശ്ചയിക്കുന്നതിലൂടെ ലോകത്തിന്റെ നിയന്ത്രണം ഒരു പരിധിവരെ കൈവശപ്പെടുത്താമെന്ന് തെളിയിച്ച ഒരു സംഭവമായിരുന്നു 1973 ഓയിൽ ഷോക്ക് എന്ന് വിളിക്കപ്പെട്ട ഒരു സംഭവം. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നടന്ന 6 ദിന യുദ്ധം തുടർന്നായിരുന്നു ആദ്യത്തെ ഓയിൽ ഷോക്ക്. ഇസ്രായേലിനെ ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കാം എന്ന ഒരു വ്യാമോഹത്തോടെ സർവ്വ അറബ് രാജ്യങ്ങളും സർവ്വ സന്നാഹങ്ങളുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങിയെങ്കിലും ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ചടുല നീക്കങ്ങളോടെ 6 ദിവസത്തിനുള്ളിൽ സംയുക്ത അറബ് സേനയെ തോൽപ്പിക്കുവാനും അതുമാത്രമല്ല കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൈയടക്കുവാനും ഇസ്രായേലിന് സാധിച്ചു. ഇതേ തുടർന്ന് ഇസ്രായേൽ കൈയടക്കിയ ഗോലാൻ കുന്നുകളും സീനായ് പർവ്വത മേഖലയും തിരിച്ചുപിടിക്കുവാൻ ഈജിപ്തും സിറിയയും കൂടി 1973 ഒക്ടോബറിൽ ഇസ്രായേലുമായി യുദ്ധത്തിന് തീരുമാനിച്ചു. യോം കിപ്പൂർ അല്ലെങ്കിൽ ഒക്ടോബർ യുദ്ധം എന്നാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിലും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ നേരിട്ട പരാജയം യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത അറേബ്യൻ രാജ്യങ്ങൾക്ക് പോലും വളരെ അപമാനകരമായിരുന്നു. ഒക്ടോബർ യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായം ചെയ്ത രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഓർഗനൈസേഷൻ ഓഫ് അറബ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ കാനഡ, ജപ്പാൻ, ഹോളണ്ട്, UK, US എന്നീ രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ വിൽപ്പനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി. അധികം വൈകാതെ തന്നെ പോർച്ചുഗൽ, റൊഡേഷ്യ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്കും ഈ വിലക്കുകൾ വന്നു. അധികം വൈകാതെ പോർച്ചുഗൽ, റൊഡേഷ്യ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്കും കൂടി ഈ വിലക്ക് അറേബ്യ ഏർപ്പെടുത്തി. അതിന്റെ ഫലമായിട്ട് ക്രൂഡ് ഓയിൽ വിപണിയിൽ 400% വരെ വില വർധനയാണ് അന്ന് നേരിട്ടത്. വിലക്കിന് മുമ്പ് ബാരലിന് $3 ആയിരുന്നു വിലയെങ്കിൽ വിലക്കിന് ശേഷം അത് $12 വരെ ഉയർന്നു. ഇതോടെ ആഗോള സാമ്പത്തിക രംഗം ഒരു വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്നു. അതുമാത്രമല്ല ലോകം മുഴുവൻ അസംസ്കൃത എണ്ണയുടെ കുറവുകളും മുൻവന്നു. ഇനിയും നിങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ വിലക്കുകൾ ഏർപ്പെടുത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അറേബ്യൻ രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഈ വിലക്കിലൂടെ നൽകിയിരുന്നത്. എന്നാൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാതെ ഇരുന്നതും ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിനായി അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ ശ്രമങ്ങൾ നടത്തി വിജയിച്ചതും ആദ്യത്തെ ഓയിൽ ഷോക്ക് എന്ന തീരുമാനത്തെ പരാജയപ്പെടുത്തുകയായിരുന്നു. 1979 ഇറാനിൽ അരങ്ങേറിയ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷാ മുഹമ്മദ് ഈസ പഹ്ലാവിയുടെ ഭരണകൂടത്തെ താഴെ ഇറക്കിയതിനെ തുടർന്നുണ്ടായ ഭരണ പ്രതിസന്ധിയാണ് രണ്ടാം ഓയിൽ ഷോക്കിന് കാരണമായത്. വിപ്ലവത്തെ തുടർന്ന് ഇറാനിലെ എണ്ണ ഉൽപാദന മേഖലകളിൽ ഉണ്ടായ കുറവും വിതരണ ശൃംഖലകളിലുണ്ടായ താളപ്പിഴകളും ചേർന്നതോടെ എണ്ണവില കുത്തനെ കയറിക്കൊണ്ടിരുന്നു. ഇതോടെ ക്രൂഡ് ഓയിലിന്റെ വില ബാരൽ ഒന്നിന് $39.5 വളർന്നു. പിന്നീട് ഗൾഫ് മേഖലയിലുണ്ടായ യുദ്ധങ്ങളും എണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും പലപ്പോഴും എണ്ണയുടെ വിലയെ മാറിമറിക്കാൻ സഹായിച്ചു. 1990 ഓഗസ്റ്റ് 2 ഇറാഖ് കുവൈത്ത് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ഒരു മിനി ഓയിൽ ഷോക്കിന് കാരണമായി. ഈ ഒരു സംഭവം 1990 ആദ്യ കാലഘട്ടങ്ങളിൽ ലോകവ്യാപകമായി ഒരു സാമ്പത്തിക മാന്ദ്യത്തിന് വഴിതെളിച്ചു. യുദ്ധത്തെ തുടർന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളിൽ നിന്ന് ഏറ്റ തിരിച്ചടി കുവൈത്തിലെ എണ്ണക്കിണറുകൾക്ക് തീയിട്ടതും ഉൽപാദന വിതരണ ശൃംഖലയിലുണ്ടായ താളപ്പിഴകളും വിലകൾ കൂട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ സഖ്യകക്ഷികൾക്ക് ഇറാഖിനെ കീഴ്പ്പെടുത്താനായതും 1991 അവസാനത്തോടെ എണ്ണക്കിണറുകളിലെ
തീ അണയ്ക്കാൻ കഴിഞ്ഞതും എണ്ണ ഉൽപാദന രംഗത്തെ പാളിച്ചകളും എണ്ണയുടെ വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്തുവാനും ഇവർക്ക് സാധിച്ചു. പക്ഷേ ഇരു രാജ്യങ്ങളിലെയും എണ്ണ ഉൽപാദനം പഴയ പടിയിലാകാൻ വീണ്ടും ഒരുപാട് കാലങ്ങളെടുത്തു. എങ്ങനെയാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ വില കണക്കാക്കുന്നത്? എന്താണ് ക്രൂഡ് ഓയിൽ ബാരൽ? ഒരു ബാരലിൽ നിന്നും എത്ര പെട്രോളുകൾ അല്ലെങ്കിൽ എത്ര ഡീസൽ ഉണ്ടാക്കാൻ കഴിയും? ഭൂമിയിലെ പാറക്കെട്ടുകൾക്കിടയിൽ പ്രകൃത്യാ കാണപ്പെടുന്നതും കത്താൻ കഴിവുള്ളവയുമായിട്ടുള്ള ഒരു ദ്രാവകമാണ് പെട്രോളിയം. വിവിധ തരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളുടെ ഒരു മിശ്രിതമാണ് ഇവ. കൂടെ മറ്റ് ജൈവ സംയുക്തങ്ങളും കാണപ്പെടുന്നു. ഈ പെട്രോളിയത്തെ സ്വാഭാവിക എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്നും പറയാറുണ്ട്. 1546 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജോർജ് ബൗറാണ് പെട്രോളിയം എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചത്. ഉയർന്ന ഊർജ്ജദായക ശേഷി, കൈമാറ്റം ചെയ്യപ്പെടാനുള്ള കഴിവ്, ശുദ്ധമായ ലഭ്യത തുടങ്ങിയ ഗുണങ്ങൾ പെട്രോളിയത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സായിട്ട് മാറുവാൻ സഹായിച്ചു. 1950കളിലാണ് ഇത് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഔഷധങ്ങൾ, ലായകങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പലതരം പ്ലാസ്റ്റിക്കുകൾ തുടങ്ങി പല രാസവസ്തുക്കളുടെയും അസംസ്കൃത വസ്തുവാണ് ഈ പെട്രോളിയം. ഇന്ധന വിലക്കയറ്റവും വില ഇറക്കവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പദമാണ് ക്രൂഡ് ഓയിൽ ബാരൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് ബാരൽ എന്നുള്ള കണക്കിലാണ് വില നിശ്ചയിക്കുന്നത്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള ഒരു അളവുകോലാണ് ഈ ബാരൽ. 42 ഗ്യാലൻ ഇന്ധനമാണ് ഒരു ബാരൽ. ഇത് ലിറ്ററിൽ കണക്കാക്കുമ്പോൾ ഏകദേശം 159 ലിറ്റർ വരുന്നു. ഈ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് കമ്പനിക്ക് 35 ലിറ്റർ ഡീസലും 73 ലിറ്റർ പെട്രോളും ജെറ്റ് ഫ്യൂവൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വിമാന ഇന്ധനം 13 ലിറ്ററും ഉണ്ടാക്കാൻ കഴിയുന്നു. ഇതിനു പുറമെ 6 ലിറ്റർ പാചകവാതകവും 14 ലിറ്റർ ഫ്യൂവൽ ഓയിലും ടാറും മെഴുകും അടക്കം 15ഓളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില നിശ്ചയിക്കുന്നത് ഒപെക് എന്ന സംഘടനയാണ്. അസംസ്കൃത പ്രകൃതി വാതക എണ്ണ ആഗോള മാർക്കറ്റിൽ ഇറക്കുമതിയിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടു പിന്നിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ.